ഞാൻ കവർ ചെയ്യുന്ന വീഡിയോ ഒരു പൂരത്തിൻ്റെ. ഈ പൂരം എന്ന് പറഞ്ഞാൽ വെറും ഒരു പൂരമല്ല, മൊത്തത്തിലെ പൂരങ്ങളുടെ പൂരമാണ് ആറാട്ടുപുഴ പൂരം. നമ്മുടെ ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പഴയ ഒരു ആചാരം എന്ന് പറയപ്പെടുന്ന ഈ ആറാട്ടുപുഴ പൂരത്തിനെയാണ്. ഒരു കാലഘട്ടത്തിൽ 108 ദേശക്കാർ ഇവിടെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ 23 ദേശക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇരിങ്ങാലക്കുട കഴിഞ്ഞ് മാപ്രാണം കഴിഞ്ഞ് മാപ്രാണത്ത് ഒരു 3 കിലോമീറ്റർ വരുമ്പോൾ റോഡിൻ്റെ വലത്തെ വശത്ത് വലിയൊരു അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് ആറാട്ടുപുഴ ശിവക്ഷേത്രവും അതിന് ചുറ്റുമുള്ള അപ്പുറം ഇപ്പുറമുള്ള പാടത്താണ് ഈ ഉത്സവങ്ങൾ നടക്കുന്നത്. ഇത് വലിയൊരു ഉത്സവമാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നൊരു 1,00,000 മുകളിൽ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ആ നാട്ടിൻ പുറത്തുള്ള എല്ലാ ആൾക്കാരും അവിടെ ഒഴുകിയെത്തും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു. കാറും ബൈക്കെല്ലാം നമുക്ക് പാർക്ക് ചെയ്യാമായിരുന്നു. പിന്നെ പോലീസുകാർ നല്ല സേവനമായിരുന്നു. അത് ഒരു സ്റ്റേഷനിൽ മാത്രമല്ല, ഇരിങ്ങാലക്കുട കൂടാണ്ട് കാട്ടൂർ, ചേർപ്പ്, എല്ലാ സ്റ്റേഷനിലെയും പോലീസുകാരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഉത്സവങ്ങളും ഉള്ള പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ കുറേ നമ്മൾ ഈ ഇങ്ങനെ പൈസ തന്നിട്ടൊരു വളയം തന്ന് എറിഞ്ഞ് ഇതെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ബലൂണിൽ നമ്മൾ തോക്കുകൊണ്ട് വെടികൊണ്ട് കൊള്ളിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഉത്സവത്തിന് എന്തൊക്കെയാണോ അത് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ മിൽമയുടെ ഐസ്ക്രീം ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോപുരങ്ങൾ തന്നെ 3 ഗോപുരങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ലൈറ്റിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ നല്ലൊരു കാഴ്ച, ഒരുപാട് നല്ല കാഴ്ചകൾ തരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു പറമ്പിലാണ് ഈ നമ്മൾ പോകുന്ന റോഡിൻ്റെ 2 വശത്ത് പറമ്പുണ്ട്. പറമ്പിലാണ് ഈ പൂരം കാണാൻ വേണ്ടി ആൾക്കാർ വന്ന് തമ്പടിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഒരു പൂരമുണ്ട്. ആ പൂരം ശരിക്കും ആ പൂരത്തിൻ്റെ ഏകദേശം 208ഓളം കലാകാരന്മാർ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പൂർണ്ണേശ്വരി തൃപ്പൂണിത്തുറയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ശിവൻ ഭഗവാന്റെ മേളം എന്നാണ് ഇതിനറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇത് തുടങ്ങിയാലൊരു 10:45 മണിയോടെ ഈ പൂരം കൊട്ടി അവസാനിക്കുകയാണ്. അതിന് ശേഷം ഒരു 11 മണിയോടെ വെടിക്കെട്ടുണ്ട്. അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് ഏറ്റവും വലിയ പൂരമായിരുന്നു ഇത്. തൃശ്ശൂർ പൂരമൊന്നും ഇല്ല എന്ന് തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഈ പൂരം ഏതൊരു വർഷം പ്രകൃതിയുടെ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ അന്നത്തെ ഒരു തീരുമാനം ഇതിന് മാറ്റം വരുത്തണമെന്നുള്ള അങ്ങനെ ശക്തമായ മഴ കാരണം തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന പൂരങ്ങൾക്ക് ആറാട്ടുപുഴ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ നാടുവാഴി ഈ പൂരങ്ങൾ ഏതായാലും പുറപ്പെട്ടല്ലോ, അത് തൃശ്ശൂർ വെച്ചിട്ട് പൂരമായിട്ട് മാറാൻ പറഞ്ഞു. പിന്നെ പിന്നത്തെ വർഷം ഇവിടെ നിന്നുള്ള ഈ 108 കുറേ ദേശക്കാർ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് ഈ തൃശ്ശൂർ പൂരം ഇന്നത്തെ പൂരമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ശബ്ദം എഡിറ്റ് ചെയ്യാത്തതിനും അത്രയ്ക്ക് ഒരു നമുക്ക് ചെന്നാൽ ആ ഫീല് കിട്ടും. സമയം പോകണ അറിയില്ല. ഞാനിവിടെ ആദ്യമായിട്ട് പോകുമായിരുന്നു, അമ്പലം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും പൂരത്തിൻ്റെ രീതികൾ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ രാവിലെ ഒരു പൂരമുണ്ട്, അതാണ് ശരിക്കും പൂരം. ആ പൂരം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു 15 ആനയുടെ പൂരമായിരുന്നു വൈകുന്നേരം ഉണ്ടായിരുന്നത്. രാവിലെ മൊത്തം 51 ആനകളുണ്ടാവും. അതിനുപരിയായിട്ട് തേവര് വരും, തൃപ്രയാറുണ്ട്. അപ്പോൾ തേവര് വന്നു കഴിഞ്ഞിട്ട് പണ്ട് പറഞ്ഞു കേട്ടിരുന്ന തേവര് വന്നു കഴിയുമ്പോൾ ശിവഭഗവാനോട് അമ്പലത്തിലോട്ട് പൊക്കോളും, ബാക്കി ഞാൻ നടത്തിക്കൊള്ളാമെന്ന് പറയുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു പൂരം 4 മണിക്ക് തുടങ്ങിയാൽ ഇതിനൊരു ആറാട്ടോടെ ഒരു 7:45 രാവിലെ 7:45 3 മണിക്കൂറുണ്ടാവും. അപ്പോൾ അതിലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ 2 പൂരം കാണാവുന്ന രീതിയിൽ തന്നെ പോകണം. ഇപ്രാവശ്യം തയ്യാറെടുക്കാണ്ട് പോകുന്നതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു, ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ ഇത്രയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ട് ഒരു പ്രശ്നമൊന്നുമില്ലാണ്ട് നല്ലൊരു സ്നേഹത്തോടെ നിന്നിട്ട് എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അത്രയ്ക്ക് തിരക്കുമായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. ഇതിൻ്റെ ചൂട് പറയണ്ടല്ലോ. അപ്പോൾ ഈ പൂരം കൊട്ടിക്കഴിഞ്ഞിട്ട് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ മെയിൻ ജംഗ്ഷനിൽ വന്നിട്ട് വലത്തോട്ട് പോകുമ്പോഴാണ്
തൃപ്പുഴാർ തേവർ വരുന്ന വഴി. അപ്പോൾ തൃപ്പുഴാർ തേവർ വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴി വന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരു പറ കൊടുത്ത് എതിരേൽക്കും പല വീട്ടുകാരും. അത് വാഴപ്പിണ്ടിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ വിളക്ക് സെറ്റ് ചെയ്യുന്നത്. ഇത് കാണേണ്ട കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചടങ്ങുകളുണ്ട്. ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് 4 മണിയോടെ പൂരം തുടങ്ങുന്നത്. പൂരം തുടങ്ങുമ്പോൾ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും, ഇപ്പോൾ ദൈവങ്ങൾ ചേട്ടത്തി, അനിയത്തി, ചേട്ടൻ, അങ്ങനെ എല്ലാ ബന്ധുക്കളുമുള്ള എല്ലാ ദേവന്മാരും ദേവന്മാരുടെ അനുഗ്രഹത്തോടെ നടക്കുന്ന പൂരം എന്നാണൊരു വിശ്വാസം. അപ്പോൾ അത് രാവിലത്തെ പൂരത്തിനാണ് ആ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. അപ്പോൾ അതേലും അടുത്ത പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും പോയത് വളരെ ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പൂരങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം വേറെ ഏത് പൂരം കണ്ടില്ലെങ്കിലും അഷ്ടമിച്ചിറ ആറാട്ടുപുഴ പൂരം കാണാൻ മറക്കരുത്. അതിൻ്റെ അവസരം നിങ്ങൾ കണ്ടുപിടിക്കുക. മിക്കവാറും മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിലായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ രാത്രിത്തെ പൂരം കഴിഞ്ഞിട്ട് ഈ ആൾക്കാരെല്ലാവരും ഈ പൂരപ്പറമ്പിലെ പാടത്ത് തന്നെ തമ്പെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തേവർക്ക് വേണ്ടിയുള്ള അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത്. തൃപ്പുഴയിൽ നിന്നുള്ള വരുന്ന വഴിയാണത്. നമുക്ക് ഈ വാഴപ്പിണ്ടിയെല്ലാം കാണാം. അപ്പോൾ അങ്ങനെ പൂരം കഴിഞ്ഞാൽ മറ്റൊരു വിഷുക്കാലം വരികയാണ്. അപ്പോൾ അടുത്ത വർഷം ഉറപ്പായിട്ട് നിങ്ങൾ പൂരം കാണണം. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.